കഴിഞ്ഞു, കാര്യം കഴിഞ്ഞതുകൊണ്ട് ഒരു വൈബ്രേറ്റ് മാത്രം ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ IP67 68 കൊടുക്കുന്നവർ. ഇതൊരു കഷ്ടമാണ്, ആൾക്കാരെ പറ്റിക്കുന്നില്ല, വേറൊരു കാര്യമില്ല. ഗായ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫയർബോൾട്ടിൻ്റെ ഒരു കിഡിലം വാച്ച് ഉണ്ട്. കിഡിലം വാച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളി റിവ്യൂസും കാര്യങ്ങളും ഒരു വാച്ചാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് യഥാർത്ഥ നല്ല ഫീഡ്ബാക്ക്, നല്ല റിവ്യൂ കൊടുത്തിട്ടുള്ള ആ വാച്ച്. ഫയർബോൾട്ട് കോബ്ര ബ്ലൂടൂത്ത് കാളിംഗ് IP68 വാട്ടർ റെസിസ്റ്റന്റ് ഉള്ള ഫയർബോൾട്ടിന്റെ കോബ്ര എന്ന മോഡലിന്റെ റിവ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഫയർബോൾട്ടിന്റെ കോബ്ര എന്നാണ് മോഡൽ കേട്ടോ. മിലിറ്ററി കളറുള്ള ഒരു വാച്ചാണിത്. ഇന്ന് ഡേറ്റ് വരുന്നത് ഈ 18 ജൂൺ 2023, 11 ജൂൺ 2023, അതായത് ഒരാഴ്ച ആയിട്ടുള്ള ഈ വാച്ച്. വീഡിയോ ചെയ്യാൻ ഒരാഴ്ച ലേറ്റ് ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ഫീഡ്ബാക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ആണ് എല്ലാ വാച്ചുകളും പ്രോബ്ലം. ഇത് നല്ല ബാറ്ററി ബാക്കപ്പ് ആണ്. ഒരാഴ്ച, ഒരു 5 ദിവസമൊക്കെ മാക്സിമം ബാറ്ററി ഫുൾ ആയിട്ട് കിട്ടും. ഡിസ്പ്ലേ നമുക്ക് ഓൺ ആക്കിയിട്ടൊക്കെ വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി ഫംഗ്ഷൻ ആണ്. ക്വാളിറ്റി എന്ന് പറയാനാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്, നല്ല ഗ്രീൻ കളറാണ്. ആക്ച്വലി ഇത് ഇതിന്റെ ഒരു മിലിറ്ററി ഗ്രീൻ പാറ്റേൺ ആണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചത്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാൻ ഈ കളർ ചൂസ് ചെയ്തത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 2919 രൂപയാണ് എനിക്ക് മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇതിന്റെ പ്രൈസ് കാണിക്കുന്നത് എബോ 3000 പ്രൈസ് കാണിക്കുന്നുണ്ട്. എന്താ കാരണം എനിക്കറിയില്ല, ഡിമാൻഡ് കൊണ്ടാണ് അറിയില്ല കേട്ടോ. പക്ഷേ ഇതിന്റെ പ്രോബ്ലം, ഇതിന്റെ യഥാർത്ഥ ഫീഡ്ബാക്ക് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇപ്പൊ പറയുന്നത്. ഇത് സ്ട്രാപ്പ് ഒരു മുകളിനൊക്കെ പെട്ടെന്ന് പോരുന്നുണ്ട്. ഇതുപോലെ പെട്ടെന്ന് പറിച്ചെടുക്കട്ടെ. വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. റിമൂവ് അല്ല, ഓട്ടോമാറ്റിക്കലി പറഞ്ഞു കയ്യിൽ നിന്ന് ഒരു 1-2 മീറ്ററൊക്കെ ഉയർത്തുന്നൊക്കെ പോകുകയാണെങ്കിൽ ഈ സാധനം ആദ്യം പറഞ്ഞു വരും. ഇപ്പം ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. എന്താണ് ഒരു വാച്ചിനില്ലാത്ത പ്രത്യേക ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ടാണ് കേൾപ്പിച്ചു തരുന്നത്. കേൾക്കുന്നുണ്ടോ? ഏകദേശം ഒരുപാട് തേനീച്ചകൾ വിസിലടിക്കണം. അതാണ് ഇപ്പം ഫീലിംഗ് വരുന്നത്. ഭയങ്കര സൗണ്ടാണ്. ഈ സൗണ്ട് ഇനി എന്നും ഓഫ് ആവുമെന്ന് അറിയില്ല. കംപ്ലീറ്റ് ബാറ്ററി കഴിഞ്ഞതിന് ശേഷം ഓഫ് ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന കാരണം വെച്ചാൽ ആ വീഡിയോ ഫുട്ടേജ് ഒന്ന് കണ്ടു നോക്കട്ടോ. അതൊരു വാച്ചിന്റെ റിവ്യൂ എടുക്കാനാ. A few moments later. വീഡിയോ ഫുട്ടേജ് കണ്ടില്ലേ? അത്ര ഹൈറ്റില്, അതായത് ഏകദേശം ഒരു 1/2 മീറ്റർ പോലും ഉണ്ടാവില്ല. 1/2 മീറ്ററിൽ ഞാൻ വെള്ളത്തിൽ ടെസ്റ്റ് ചെയ്താണ്. വെള്ളം കയറി, സ്പോട്ടിൽ വെള്ളം കയറി. ഇപ്പം ഈ അവസ്ഥയിലാണ്. ഇപ്പം ഇങ്ങനെ വിസിലടിച്ചോണ്ടിരിക്കുക. ഇതിൻ്റെ വൈബ്രേറ്റ് ആണ് ഇപ്പോൾ പോകാത്തത്. ഭയങ്കര ഡിസ്റ്റർബാണ് സൗണ്ട് കേൾക്കണമെങ്കിൽ. ഇപ്പോൾ വീഡിയോയിലുള്ള നോയ്സ് തന്നെ മെയിനായിട്ട് ഇതായിരിക്കും. സാധാരണ ഇവിടെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ നോയ്സ്, അതിൻ്റെ നോയ്സ് ഒന്നല്ല വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ നോയ്സാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാച്ച് വാട്ടർ പ്രൂഫ് എന്നുള്ള നിലക്കാണെങ്കിൽ നമ്മളിപ്പോൾ ചുമ്മാ അറിയാതെങ്കിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏത് കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്മാർട്ട് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അവർ ചോദിക്കും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറുമോ, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആണോ ഏത് ചെറിയ കുട്ടികൾ, 8 വയസ്സായ കുട്ടികൾ ചോദിക്കുന്നത് കേട്ടോ. ഇപ്പം എൻ്റെ മോൾക്ക് ഞാൻ ഫയർബോൾട്ടിൻ്റെ വേറെ വാച്ച് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നു. ഇനി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആയിരിക്കണം. അല്ലാതെ ചുമ്മാ വാട്ടർ പ്രൂഫ് എന്ന് കണ്ട് വാട്ടർ റെസിസ്റ്റൻ്റ് പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല. ഏത് കുട്ടികളായാലും വെള്ളത്തിലിട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്തതിന് മുന്നേ വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് വെള്ളത്തിലിടുക, അല്ലെങ്കിൽ ക്യാഷ് പോകും ഷുവർ. 5 ദിവസമൊക്കെ ബാറ്ററി നല്ല ബാക്കപ്പ്. ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ 5 ദിവസമൊക്കെ ബാറ്ററി ഫുൾ ടൈം കിട്ടുന്നുണ്ട്. സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ലോക്ക് ചെയ്യുന്ന സംഭവം പെട്ടെന്ന് പറഞ്ഞു പോരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വാച്ച് ഊരുമ്പോൾ തന്നെ ജസ്റ്റ് കയ്യിൽ കെട്ടിയിട്ട് ഊരുമ്പോൾ തന്നെ മിക്ക സമയത്ത് നമ്മളിപ്പോൾ കാണണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന സമയത്ത് കാണില്ല. പക്ഷെ മിക്കവാറും കയ്യിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്തൊക്കെ ദൂരി പോരുന്നുണ്ട്. അതൊരു നെഗറ്റീവാണ്. IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ഇവിടെ മെൻഷൻ ചെയ്ത സാധനം വെള്ളത്തിലിട്ടിൽ പിന്നെ നമുക്ക് എന്തിനാ കയ്യിൽ മാത്രം കെട്ടിയിടണം. നമ്മളിപ്പോൾ സ്പോർട്സ് മോഡൽ, ഇപ്പോൾ ഒരു സ്വിമ്മിങ്ങിലൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് G-Shockൻ്റെ മോഡലായതുകൊണ്ട് നമുക്ക് എത്ര വെള്ളത്തിലും ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുവരെ 2 വർഷം 3 വർഷത്തായിട്ടും വെള്ളം കയറിയിട്ടില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ്, 1 മിനിറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല വെള്ളത്തിലിട്ട്. അപ്പോൾ അതിന് വെള്ളം കയറി.
പിന്നെ എന്തിനാണ് ഈ കമ്പനി ഇതിൽ വാട്ടർ IP68 വാട്ടർ റെസിസ്റ്റന്റ് കൊടുക്കാൻ കാരണം എന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ ജനങ്ങളെ വഞ്ചിക്കണം. കാരണം ഇത്രയും 2919 രൂപ ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാച്ചിന് ആ ഒരു പ്രൈസ് വലിയൊരു കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചിട്ട് ഉപയോഗിച്ചാണ് കോബ്ര ബ്ലൂടൂത്ത് കാളിംഗ് സ്മാർട്ട് വാച്ചിൽ ഇപ്പോൾ നമ്മൾ കോളിംഗ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആപ്പിളിൻ്റെ വാച്ച് എടുക്കണം, എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് കോളിംഗ്. ഇതിൽ ക്വാളിറ്റി ഇല്ല എന്നല്ല, നിർഭാഗ്യവശാൽ ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇങ്ങനെ ഡെഡ് മോഡലായി, ഇപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോളിംഗ് ചെയ്യുകയാണെങ്കിൽ ആ കോളിംഗ് നമുക്ക് ചെറിയൊരു ലൗഡ് സ്പീക്കറിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ ആ കോളിംഗ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യാതെ യൂട്യൂബിൽ വീഡിയോസോ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസൊന്നും കാണാൻ പറ്റില്ല. കാരണം വാച്ചിലായിരിക്കും അതിൻ്റെ വോയിസ്, അതിൻ്റെ മ്യൂസിക് കേൾക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്താൽ മതി. ഇതിൻ്റെയൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് പറയുകയാണെങ്കിൽ വാച്ച് നല്ല ക്വാളിറ്റിയാണ്. അതിൻ്റെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. 45.2 mm 1.78 AMO LED ഡിസ്പ്ലേ ഉണ്ട്. നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഹെഡ് റേറ്റ് മോണിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പക്കാ കൂതറയാണ്. അതൊന്നും ഞാൻ വിശ്വസിച്ച് കാണുന്ന ഈ വാച്ച് വാങ്ങാനുള്ള ബെനിഫിറ്റ് ഇല്ല കേട്ടോ. കാരണം ജസ്റ്റ് ഒരു വാച്ച് കിട്ടണം, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാച്ച് ഫീഡ്ബാക്ക് കണ്ട സ്ഥിതിക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ്. വാട്ടർ റെസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പക്കാ കൂതറ കേട്ടോ. നല്ലൊരു പോസിറ്റീവ് റിവ്യൂ കൊടുക്കാനുള്ള ഒരു കാര്യം ഇതിലില്ല. നല്ല കയ്യിലൊക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെ, 45 ഡിസ്പ്ലേ ആണ്, വലിയ വാച്ചാണ്. ചെറിയ കുട്ടികൾക്കൊന്നും പറ്റില്ല. ഇവിടെ വെള്ളം കയറിയതായിട്ടുള്ള കാണിക്കുന്നുണ്ട്. ചാർജിങ് ഒക്കെ സാധാരണ ചാർജിങ് ഡോക്കൻ്റെ വരുന്നത്. ബസ്സിലൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ബസ്സിലാണ്. ടച്ച് ക്വാളിറ്റി സെൻസിറ്റീവ് എന്നൊക്കെ നല്ല ക്വാളിറ്റി കേട്ടോ. നല്ല ആ കാര്യമൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. പക്ഷെ വാച്ച് വെള്ളം കയറി. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മിന്ത്ര സൈറ്റ് എന്നാണ്. മിന്ത്രയിൽ ഇപ്പോൾ വിളിച്ചു, അവരെ കസ്റ്റമർ കെയർക്ക് വിളിച്ചപ്പോൾ ഇന്ന് ഒഫീഷ്യലി സൺഡേ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവരെ കസ്റ്റമർ കെയർ നമുക്ക് തന്നിട്ടുള്ള ഫീഡ്ബാക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ച് 1 year നമുക്ക് വാറണ്ടി ഉള്ള കാരണം കൊണ്ട് അവരുടെ, അതായത് ഈ ഫയർബോൾട്ടിന്റെ മെയിൽ അയക്കുക, അല്ലെങ്കിൽ അവരുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിച്ചിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. ഒന്നെങ്കിൽ റീപ്ലേസ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ ഇതൊരു സർവീസ് വാറണ്ടി കിട്ടുമെന്നാണ് മിന്ത്രി എന്ന് പറയുന്നത്. മിന്ത്ര പറഞ്ഞിട്ടുള്ള അടിസ്ഥാന രീതിയിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വാച്ചിന്റെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് റിവ്യൂ പറയാനുള്ളത്. ധോണി സൈൻ ചെയ്തിട്ടുള്ള ഒരു വാച്ചും കൂടിയാണ്. വോയിസ് അസിസ്റ്റന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽഡ് ക്വാളിറ്റി 0 അതിൻ്റെ സ്റ്റാർ കൊടുക്കുന്നത്. ട്രൈറ്റ് ട്രാക്കിങ് പക്ക കൂതറയാണ്, ഒരു കാര്യമില്ല. ബ്ലൂടൂത്ത് കാളിങ് IP68 വാട്ടർ റെസിസ്റ്റന്റിൽ 0 കൊടുക്കുക. ഇൻബിൽട്ട് മൈക്ക് ആൻഡ് സ്പീക്കർ ഓക്കെ, അതൊക്കെ അംഗീകരിച്ചു. ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫയർബോൾട്ടിന്റെ യൂസർ മാനുവലാണ് ഈ ബുക്ക്. അതിൻ്റെ QR കോഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇതിൻ്റെ QR കോഡ് ഉപയോഗിച്ചിട്ടുള്ള ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സ്വിച്ച് QR കോഡ് സ്കാൻ ചെയ്യുക. പിന്നെ ഇതിൽ ഫേസ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫേസ് ഒക്കെ വരുന്നുണ്ട്. അഡീഷണൽ കസ്റ്റം ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതിന് വാച്ച് ഇപ്പോൾ ഈ കണ്ട അവസ്ഥയായിട്ടുണ്ട്. പിന്നെ വരുന്നൊരു കാർഡാണ് വരുന്നത്. ഗാന ലിമിറ്റഡ് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാം. HD ക്വാളിറ്റിയുള്ള മ്യൂസിക്, അതായത് HD മ്യൂസിക് വിത്ത് അൺലിമിറ്റഡ് ഡൗൺലോഡ് കാണിക്കുന്നുണ്ട്. 3 മാസം നമുക്ക് ഗാന സബ്സ്ക്രിപ്ഷൻ ചെയ്യാം. ഫയർബോൾട്ടിൻ്റെ ഈ ഒരു QR കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മ്യൂസിക് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാരണം ഇതൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. വാച്ച് ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഭയങ്കര വൈബ്രേറ്റ്, കൈ ഫുള്ള് വൈബ്രേറ്റ് ചെയ്യാണ്. കാരണം കൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വാച്ച് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ കുറച്ച് ക്യാഷ് മുടക്കിയിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വാച്ച് വാങ്ങുക. അതായത് വാട്ടർ പ്രൂഫ്, നല്ല ഹാർഡായിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ നല്ല വാച്ച് വാങ്ങുക. ഈ ഫയർബോൾട്ട് ഞാൻ ഫസ്റ്റ് ഉപയോഗിക്കുകയാണ്. ഫസ്റ്റ് തന്നെ അതിൻ്റെ നെഗറ്റീവ് വന്നു. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളോട് കമൻറ്റ് ചെയ്യാം. കൂട്ടത്തിൽ നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഞാൻ ഷിഹാബ്. ബൈ, സി യു.